കണ്ണൂർ കായലോട്ടെ റസീനയുടെ ആത്മഹത്യയ്ക്ക് കാരണം സദാചാര ഗുണ്ടായിസം തന്നെയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും ആത്മഹത്യാക്കുറിപ്പിലില്ല. യുവാവിനെ കാണാനില്ലെന്നും കമ്മീഷണർ. കേസ് തലശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. യുവാവിനെതിരെ തലശ്ശേരി എസ്പിക്ക് പരാതി നൽകി റസീനയുടെ കുടുംബം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 5.27% പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പുറത്ത്. വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിക്കിഴിക്കലുമായി മുന്നണികൾ. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ UDF. മണ്ഡലം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിൽ CPIM. നല്ല പ്രതീക്ഷയാണ്, നല്ല വിജയപ്രതീക്ഷയാണ്. മികച്ച വിജയം LDF നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നു. വിവാദ ചിത്രം മാറ്റില്ലെന്ന നിലപാടിൽ ഉറച്ച് ഗവർണർ. ഗവർണറുടെ ഭരണഘടനാ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാരായ R ബിന്ദുവും K രാജനും. ഗവർണറെ നയിക്കേണ്ടത് പൂർവാശ്രമത്തിലെ ചിന്തകളല്ലെന്ന് ബിനോയ് വിശ്വം. രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചിൽ സംഘർഷം. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് സുനിത ഭവനിൽ രേണുക. മദ്യപിച്ചെത്തിയ സാനുക്കുട്ടൻ ഭാര്യയെ കൊലപ്പെടുത്തിയത് കത്രിക ഉപയോഗിച്ച. ഒളിവിൽ പോയ സാനുക്കുട്ടനായ അന്വേഷണം ഊർജിതം. സമീപം ബ്രഹ്മപുത്രയിൽ ബോട്ട് മുങ്ങിയ അപകടം. 3 യാത്രക്കാരെ കാണാതായി. കാണാതായവരിൽ 2 വിദ്യാർത്ഥികളും. ബോട്ടിലുണ്ടായിരുന്നത് 100-ലധികം പേർ. ദുരന്ത നിവാരണ സേന തെരച്ചിൽ ആരംഭിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചെന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ നയതന്ത്ര സാധ്യത തള്ളാതെ അമേരിക്ക. ഇറാനെ ആക്രമിക്കോ എന്നതിൽ തീരുമാനം 2 ആഴ്ചക്കകമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ. ഗാസയിൽ ആക്രമണം തുടരുന്നു. 92 പേർ കൊല്ലപ്പെട്ടെന്ന് പ്രാഥമിക കണക്കുകൾ.